മലപ്പുറം ജില്ലകളുടെ അതിർത്തിയായ മുണ്ടക്കൈയിൽ ഇന്നലെ രാത്രി മുതൽ കനത്ത മഴയാണ്, അതിതീവ്ര മഴയാണ് പെയ്യുന്നത്. മുണ്ടക്കൈ പുഞ്ചിരിമറ്റത്തെ പുഴ ഒഴുകി വരുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഈ വെള്ളം ഒഴുകിയെത്തുന്നത് ചാലിയാറിലേക്കാണ്. സൂചിപ്പാറ വെള്ളച്ചാട്ടം വഴി ഈ വെള്ളം ചാലിയാറിലേക്ക് എത്തി മലപ്പുറം ജില്ലയിലൂടെ കോഴിക്കോട് ജില്ലയിലേക്ക് ഒഴുകിയെത്തേണ്ട വെള്ളമാണ്. കനത്ത മഴയിലാണ് ഇത്രയും കുത്തിയൊലിച്ച വെള്ളം ഈ പുഴയിലൂടെ വരുന്നത്. ഈ ഞാൻ നിൽക്കുന്ന പുഞ്ചിരിമട്ടം പാലത്തിന് മുകളിലൂടെയാണ് രാവിലെ പുഴ ഒഴുകിയത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഉമ്മ ഇത് കണ്ട ജംഷീർ വാർത്ത കാണാൻ സമ്മതിക്കുന്നില്ല. താട റിമോട്ട് താ. ഉമ്മ ഇങ്ങ് വന്നേ, ജംഷീർ റിമോട്ട് തന്നില്ല. ഉമ്മ ഉമ്മ. എന്റെ റബ്ബേ, എന്തൊരു കഷ്ടാണിത്. ഉമ്മ ഇവൻ എനിക്ക് റിമോട്ട് തരുന്നില്ല, വാർത്ത കാണാൻ സമ്മതിക്കുന്നില്ല. ഉമ്മ എനിക്ക് ഗെയിം കളിക്കണം. TV കാണലും ഗെയിം കളിയും ഒക്കെ ഇനി നാളെ. രണ്ടുപേരും നേരത്തെ പോയി കിടന്നിറങ്ങിക്കേ. നാളെ പുലർച്ചെ ഉപ്പയെ കൂട്ടാൻ കോഴിക്കോട് എയർപോർട്ടിൽ പോകണ്ടേ? ഉമ്മ, ഉപ്പ എന്റെ കാറ് കൊണ്ടുവരൂലേ? എന്റെ പാവയും, നാളെ ഞാൻ എന്റെ പാവയെ കെട്ടിപ്പിടിച്ചുറങ്ങും. അതൊക്കെ ഉപ്പ കൊണ്ടുവരും, വേഗം പോയി ഉറങ്ങിക്കോ. ഉമ്മയും വാ, ഒറ്റക്ക് കിടക്കാൻ പേടിയായി മഴയത്ത്. ഉമ്മ ഇപ്പൊ വരാട്ടോ, അടുക്കളയിൽ കുറച്ചുകൂടെ പണി ബാക്കിയുണ്ട്. ഉപ്പയ്ക്ക് ഇഷ്ടമുള്ള നെയ്പ്പത്തിലും കോഴിക്കറിയും അടുപ്പിലാ. ഇപ്പൊ വരാട്ടോ, എന്റെ മക്കള് കിടന്നോ. റബ്ബേ, മറന്ന്. രാജേഷിനെ വിളിച്ച് എയർപോർട്ടിൽ പോകുന്ന കാര്യം ഒന്ന് ഓർപ്പിക്കട്ടെ. ഹലോ രാജേഷേ, പിന്നെ ഹലോ ഹലോ. എന്തായി? ഞാൻ എയർപോർട്ടിലെത്തി, കുറച്ചു നേരമായി. മക്കളൊക്കെ ഉറങ്ങിയോ? കിടന്നേ ഉള്ളൂ. ഇവിടെ ഭയങ്കര മഴയൊക്ക. നീ എന്താ കിടന്നില്ല? പുലർച്ചെ എഴുന്നേക്കാനുള്ളതല്ലേ? കിടക്കണേക്ക. ഇക്കാക്ക് ഇഷ്ടമുള്ള നെയ്പ്പത്തിൽ ഉണ്ടാക്കുമായിരുന്നു. 3 വർഷം കഴിഞ്ഞിട്ടല്ലേ നീ ഉണ്ടാക്കുന്ന നെയ്പ്പത്തിൽ കഴിക്കാൻ പോകുന്നത്. കേട്ടിട്ട് എന്നെ കൊതിയാവുന്നു. മക്കള് പറഞ്ഞൊന്നും വാങ്ങാൻ മറന്നില്ലല്ലോ അല്ലേ? അതും പറഞ്ഞാ കിടന്നത്. അവര് പറഞ്ഞതൊക്കെ വാങ്ങിയിട്ടുണ്ട്. നിനക്കെന്താ വേണ്ടത് ഇനിയും പറഞ്ഞില്ലല്ലോ. എനിക്ക് നിങ്ങളൊന്ന് വന്ന് കണ്ടാ മതി. ഇനിയുള്ള കാലം ഉള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ സന്തോഷത്തോടെ കഴിയാം. അതെ, ബോർഡിങ്ങിനുള്ള അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. ഞാൻ കയറട്ടെ കേട്ടോ. ഇൻഷാ അല്ലാ നാളെ രാവിലെ കാണാം. ശരി. എന്റെ റബ്ബേ, കരണ്ടും പോയല്ലോ. ഇനി എന്താ ചെയ്യുക? മെമ്പറെ, 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 വാതിൽ തുറക്കും മെമ്പറെ. എന്തു പറ്റി? എന്താ എല്ലാവരും കൂടെ? മെമ്പർ ഒരു ശബ്ദം കേട്ടില്ലേ? എന്തോ സംഭവിച്ചിട്ടുണ്ട് മെമ്പറെ. മെമ്പർ ആരെങ്കിലും ഒന്ന് വിളിച്ച് തിരക്ക്. ഉരുൾപൊട്ടിയ ശബ്ദമാ കേട്ടത്. നിങ്ങൾ വിഷമിക്കാതെ, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. എന്താ മെമ്പറെ, ആരെയും വിളിച്ചിട്ട് കിട്ടുന്നില്ലേ? ഞങ്ങൾക്ക് പേടിയാവുന്നു മെമ്പറെ. നമ്മളിനി എന്ത് ചെയ്യും? ആരും വിഷമിക്കാതെ, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി നോക്കാം. അമ്മേ, ജംഷീറിനെയും ഉമ്മേനെയും കണ്ടില്ലല്ലോ. അവരെ കൂടിയും വിളിക്കണ്ടേ? അവരൊക്കെ പോയെന്നാ മോനെ തോന്നുന്നത്. അവിടെ ആരെയും കണ്ടില്ല.
ഉപ്പ എന്റെ കാറ് കൊണ്ടുവരണേ. ഉപ്പ എന്റെ പാവ കൊണ്ടുവരണേ. കാറ് മറക്കല്ലേ ഉപ്പ. ഉപ്പ എന്റെ പാവ. കാറ് മറക്കല്ലേ ഉപ്പ. ഉപ്പ എന്റെ പാവ. സ്വന്തമായതൊക്കെയും ഒരു പാതിരാത്രി മാഞ്ഞുപോയി ഒറ്റക്കായവരാണ്. പുത്തുമലയിലെ ആരെന്നറിയാത്ത അനാഥ കുഴിമാടങ്ങൾ, കളിപ്പാവകൾക്കൊപ്പം ചെളിക്കുണ്ടിൽ പൂണ്ടു പിണഞ്ഞു കിടന്ന പാൽമണം മാറാത്ത ഓമനത്തം മാറാത്ത എത്രയെത്ര കുരുന്നു കുഞ്ഞുങ്ങളുടെ അനക്കമറ്റ ശരീരങ്ങൾ. പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ട വേദനയ്ക്ക് പരിഹാരമില്ലെങ്കിലും അനാഥമാക്കപ്പെട്ട ആ നാട് മറ്റൊരു കാര്യത്തിലും കഷ്ടപ്പെടാതിരിക്കാൻ രാഷ്ട്രീയ ഭേദമില്ലാതെ അപസ്വരങ്ങളില്ലാതെ ഇനിയുള്ള കാലം ചേർത്ത് പിടിക്കാൻ നാം കടപ്പെട്ടവരാണ്.